ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ മന്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാണ് ഇത്. അതിൽ നല്ലോണം വെള്ളം നമുക്ക് ഒപ്പിയെടുക്കണം, ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. അതൊരു 3-4 ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് കൈയോടെ കുഴച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു 3-4 ചിക്കൻ സ്റ്റോക്ക് എടുത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു കൈപ്പിടി നിറയെ കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കൈപ്പിടി തന്നെ ഏലക്ക ചേർത്ത് കൊടുക്കുക, മുഴുവനായിട്ടുള്ള ഏലക്ക ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഹാഫ് കയ്യിൽ പട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൈയിൻ്റെ അടിയിൽ തന്നെ നമുക്ക് കറാമ്പൂ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് മല്ലി, നമ്മൾ മുഴുവനായിട്ടുള്ള മല്ലിപ്പൊടിയല്ല മല്ലിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്, അതും കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം കൈപ്പിടിയിൽ നിറയെ മുഴുവനായിട്ട് എടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇത് ടൈഗറിൻ്റെ റെഡ് കളറാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക, അതും കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, അധികം ചേർത്ത് കൊടുക്കാതിരിക്കണേ. അപ്പോൾ കുറച്ച് വിനാഗറിൽ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എന്താക്കുക, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ്. അതായത് നമുക്ക് ചിക്കൻ മുങ്ങുവോളമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കണം, കാരണം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത് ഓയിലാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമ്മൾ ചിക്കൻ സ്റ്റോക്കൊക്കെ നല്ലോണം പൊടിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും എല്ലാ മസാലകളും ക്യാപ്സിക്കവും അതുപോലെ തന്നെ കുരുമുളകും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ല അടിപൊളിയായിട്ട് ഞമിണ്ടി കുഴച്ചെടുക്കണേ. എല്ലാ സ്ഥലത്തും നല്ല അടിപൊളിയായിട്ട് എത്തുന്ന രീതിക്ക് നല്ല അടിപൊളിയായിട്ട് കൈവച്ച് തന്നെ പ്രസ് ചെയ്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ എത്രയും ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഒരു 2 മണിക്കൂറോളം നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അതിലേക്ക് ഉപ്പും ഇതൊക്കെ പിടിക്കുന്ന രീതിക്ക് നമുക്ക് എന്താക്കണം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മളിത് ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിച്ചതിനെ കൊണ്ട് നമ്മളിതിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം അതിൽ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് റെസ്റ്റ് ആകുന്ന രീതിക്ക് വെക്കുമ്പോഴേക്കും നമുക്ക് റൈസ് ഇവിടെ റെഡിയാക്കി എടുക്കണം. ഒരു ഹാഫ് വേവിൽ റൈസ് ഇവിടെ റെഡിയാക്കി എടുക്കണം. അതിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെ കറാമ്പൂ, ഏലക്ക, പട്ട, അതുപോലെ തന്നെ ഒരു ഉണക്ക നാരങ്ങണ്ട മുറിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഓയിലും കൂടി വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ട് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി ശ്രമിക്കണേ. നന്നായിട്ട് ഉപ്പ് ചോറിന് വേണ്ടിയിട്ട് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചോറ്, അരി, നമ്മൾ ബസ്മതി റൈസാണ്, നമുക്ക് അതുപോലെ തന്നെ ബസ്മതി റൈസിന്റെ ഗോൾഡ് റൈസ് നമ്മൾ ചിക്കൻ നമുക്ക് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ചോറ് ഹാഫ് വേവ് വേവിച്ചാൽ മതി. ബാക്കി നമ്മൾ ചിക്കനിലാണ് വെള്ളമെടുക്കുന്നത്, ഹാഫ് വേവിൽ ഊറ്റി വെക്കണം. എന്നിട്ട് ഫുൾ റൈസും നമ്മൾ എന്താക്കുക, ഈ ചിക്കൻ്റെ മുകളിലായിട്ട് ഫുള്ള് ചേർത്ത് കൊടുക്കുക. അതേ ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം. ഒട്ടും ചൂട് തണിയാൻ കാത്ത് നിൽക്കരുത്. ചൂടോടെ തന്നെ നമ്മൾ എന്താക്കുക, ചിക്കൻ ഹാഫ് വേവായ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി നമ്മളെ ചോറും അതുപോലെ തന്നെ ചിക്കനൊക്കെ നമ്മളെ ദമ്മിലാണ് വേകുന്നത്. അതായത് ബാക്കി നമ്മൾ അടുപ്പത്ത് വെച്ച് ദമ്മിലാണ് വേകുന്നത്. അപ്പോൾ നമ്മളിത് ചിക്കന് വേവിച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതായത് ആ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് റൈസിൻ്റെ മുകളിലേക്ക് പാർന്നു കൊടുക്കുകയാണേ. വീണ്ടും അതുപോലെ തന്നെ നമ്മൾ എന്താക്കുക, ചോറ് റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ എന്താക്കുക, ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ചമുളക് കൂടി അതിൻ്റെ മേലെ കൂടെ വിതറി കൊടുക്കുക. വേറെ ഒന്നും ചേർക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കളറ് നമ്മൾ എന്താക്കുക, അതായത് റെഡ് കളറ് അല്ലെങ്കിൽ യെല്ലോ കളറ്, ഏത് കളറാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ചേർത്ത് കൊടുക്കുക. വേണ്ടവർക്ക് മാത്രം, വേണ്ടാത്തവർക്ക് സ്കിപ്പാക്കുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം മന്തിക്ക് കളറൊക്കെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ വേണ്ടവർ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർ സ്കിപ്പാക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ റൈസ് മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ലാസ്റ്റ് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ശേഷം ഗരം മസാല മുകളിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ യെല്ലോ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ റെഡാണ് റെഡ് എടുക്കാം, യെല്ലോ ആണ് യെല്ലോ എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം വിനാഗറിലെടുത്തിട്ട് ഒന്ന് യെല്ലോ കളറ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് പച്ചമുളക് അതിൻ്റെ ഉള്ളിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് കൊടുത്ത് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു എരിവ്, റൈസിന് കുറച്ച് എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി നമുക്ക് വേവിക്കാൻ വെക്കണേ.
മുഴുവൻ ചൂറയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താക്കുക, ഇനി ഇത് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി എടുക്കുക. അതായത് ഒരു മണിക്കൂറോളം നമ്മളത് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇതാ ഇത് ലാസ്റ്റാണ്. നമ്മൾ ചിക്കനും എല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സിമ്മിൽ വെച്ച് ഒരു മണിക്കൂർ നമ്മൾ സിമ്മിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മന്തിയുടെ റെസിപ്പി. ഈസി റെസിപ്പിയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും നമ്മൾ സമയം കളയാണ്ട് ഉണ്ടാക്കി നോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ